നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിവേഗം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകരാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന ഒരു ഉപഗ്രഹ ചിത്രം ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ഇറാനിയൻ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായി പുറത്തുവന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇസ്ലാമാബാദിന്റെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. പുറത്താകെ സമാധാന മധ്യസ്ഥന്റെ മുഖം കാട്ടിയ പാകിസ്ഥാൻ അകത്താകെ ഇറാനെ സംരക്ഷിക്കുന്ന രഹസ്യ നീക്കങ്ങളിലായിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ അലട്ടുന്നത്. US ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അവരുടെ വ്യോമത്താവളങ്ങളിൽ അനുമതി നൽകി എന്ന വാർത്തയിൽ കൂടുതൽ സ്ഥിരീകരണം പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനെ സാധൂകരിക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പാകിസ്ഥാന്റെ നൂർഖാൻ വ്യോമത്താവളത്തിൽ നിർത്തിയിട്ട ഇറാന്റെ C-130 വിമാനം വ്യക്തമായി കാണാം. ഇസ്ലാമാബാദിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഈ വ്യോമത്താവളത്തിലേക്കുള്ളത്. US ഇറാൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥന്റെ റോളിലാണ് തങ്ങളെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴാണ് ഈ ആരോപണം ഉയരുന്നത്. ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാകിസ്ഥാൻ അനുമതി നൽകിയതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CBS ന്യൂസ് ആണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത്. പിന്നാലെ US ഇറാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ നയതന്ത്രപരമായ പങ്കിനെ കുറിച്ച് US പുനർചിന്തനം നടത്തണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞിരുന്നു. എന്നാൽ ആരോപണങ്ങൾ ഒരു മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളത്തിൽ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിക്കുക അസാധ്യമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വലുതാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒന്നാമതായി, അമേരിക്കയും ചൈനയും തമ്മിലുള്ള ശക്തി പോരാട്ടത്തിനിടയിൽ പാകിസ്ഥാൻ ഇപ്പോൾ തുറന്നു പറയാതെ ചൈന ഇറാൻ അച്ചുതണ്ടിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന സൂചനയാണ് ഈ നീക്കം നൽകുന്നത്. ചൈനയുടെ വൻ സാമ്പത്തിക നിക്ഷേപമായ CPEC സംരക്ഷിക്കാനും പശ്ചിമേഷ്യയിൽ ചൈന അനുകൂല ശക്തി സമവാക്യം നിലനിർത്താനുമാണ് ഇസ്ലാമാബാദ് ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലും ഇതോടെ ശക്തമാവുകയാണ്. ഇറാനെ പൂർണ്ണമായി അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്താൽ ചൈനയുടെ തന്ത്രപ്രധാന മേഖലയിൽ അമേരിക്കൻ സ്വാധീനം വർദ്ധിക്കുമെന്ന ഭയവും പാകിസ്ഥാനെ ഈ രഹസ്യ നീക്കത്തിലേക്ക് തള്ളിയിരിക്കാം. മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷാ രാഷ്ട്രീയം തന്നെയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം ദിനംപ്രതി ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിന് എതിരായ പ്രാദേശിക ശക്തി സമവാക്യം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന വിലയിരുത്തലും ഉയരുകയാണ്. ഇറാനുമായി സൈനിക സഹകരണം ശക്തമാക്കുന്നതിലൂടെ ഇന്ത്യയെ ഇരട്ട സമ്മർദ്ദത്തിലാക്കാമെന്ന കണക്കുകൂട്ടലും ഇസ്ലാമാബാദിന് ഉണ്ടാകാം. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ അതിർത്തി, അറബിക്കടൽ മേഖല, ഹോർമുസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങളിൽ ഇറാന്റെ പിന്തുണ പാകിസ്ഥാന് നിർണായകമാണ്. അതേസമയം പാകിസ്ഥാൻ പിന്തുടരുന്ന പഴയ ഡബിൾ ഗെയിം രാഷ്ട്രീയമാണെന്ന വിമർശനവും അമേരിക്കയിൽ ശക്തമാവുകയാണ്. ഒരു വശത്ത് അമേരിക്കയുമായി ചർച്ചകളും സഹായങ്ങളും തുടരുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ എതിരാളികൾക്ക് രഹസ്യ പിന്തുണ നൽകുന്ന നിലപാട് മുൻപും പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം തുറന്നടിച്ച് പാകിസ്ഥാനെ വിശ്വസിക്കാനാവില്ല എന്ന് പറഞ്ഞത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സംഭവ വികാസം അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ പുതിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നതാണ് സൂചന നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ സൈനിക രഹസ്യങ്ങൾ ചോർന്നു പോകുമോ, ഇറാൻ പാകിസ്ഥാൻ വഴിയുള്ള പുതിയ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമോ എന്ന ആശങ്ക വാഷിംഗ്ടണിൽ ശക്തമാവുകയാണ്. അതോടൊപ്പം ഇസ്രയേലും ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഇറാന്റെ വ്യോമസേനാ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടില്ല എന്നും അവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലും ഇതോടെ ശക്തമാവുകയാണ്. പുറത്താകെ നിഷ്പക്ഷതയുടെ മുഖം കാട്ടുന്ന പാകിസ്ഥാൻ അകത്താകെ അമേരിക്കൻ വിരുദ്ധ ശക്തികളുമായി കൈകോർക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്ക പാകിസ്ഥാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്.